നമസ്കാരം. ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം ധ്യേയം അർജുന വിഷാദയോഗം. യുദ്ധക്കളത്തിൽ സ്വന്തം ബന്ധുക്കളെ ശത്രുപക്ഷത്ത് കണ്ട അർജുനൻ മനസ്സ് തളർന്ന് തന്റെ വില്ല് താഴെ വെക്കും. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ കർത്തവ്യം മറന്ന് നമ്മളും ഇതുപോലെ തളർന്നു പോകാറുണ്ട്. അമിതമായ വൈകാരിക ബന്ധങ്ങളാണ് അർജുനന്റെ വിഷാദത്തിന് കാരണം. എന്നാൽ ഈ തളർച്ചയിൽ അർജുനൻ കൃഷ്ണനോട് വഴി ചോദിക്കുന്നു. എന്നെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞ് അവൻ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നു. തളർന്നു പോകുമ്പോൾ ശരിയായ മാർഗനിർദ്ദേശം തേടുക എന്നതാണ് ഈ അധ്യായം നൽകുന്ന പാഠം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായ 2-ാം അധ്യായം. ആത്മാവ് അമരമാണ്. ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല. അതുകൊണ്ട് മരണത്തിൽ ദുഃഖിക്കേണ്ടതില്ല. കർമ്മഫലം. നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. അതിന്റെ ഫലത്തിൽ നിനക്ക് അവകാശമില്ല. ഫലം ആഗ്രഹിക്കാതെ കടമകൾ ചെയ്യുക. സ്വന്തം കടമകളിൽ നിന്ന് ഒളിച്ചോടുന്നത് തെറ്റാണ്. അധർമ്മത്തിനെതിരെ പോരാടുക എന്നത് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ മനഃശാന്തി ലഭിക്കുന്നു. കൃഷ്ണ, നോക്കൂ, നമ്മുടെ പട്ടം എത്ര ഉയരത്തിലാണ് പറക്കുന്നത്. മേഘങ്ങളെ തൊടുമെന്ന് തോന്നുന്നു. അതെ അർജുന, അത് കാറ്റിനോട് മല്ലിട്ട് ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. പക്ഷേ കൃഷ്ണ, ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ആ താഴെയുള്ള നൂല് ആ പട്ടത്തെ തളച്ചിട്ടിരിക്കുകയല്ലേ? അല്ല അർജുന, ആ നൂല് അതിനെ ഉയരത്തിൽ പറക്കാൻ സഹായിക്കുകയാണ്. ആ നൂലൊന്ന് പൊട്ടിച്ചു വിട്ടാൽ പട്ടത്തിന് ഇതിലും ഉയരത്തിൽ ആകാശം മുഴുവൻ ചുറ്റി പറക്കായിരുന്നില്ലേ? ഈ നൂലല്ലേ അതിനെ തടഞ്ഞു നിർത്തുന്നത്? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ അർജുന? എങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാം. അർജുനൻ ആവേശത്തോടെ നൂൽ പൊട്ടിക്കുന്നു. ഒരു നിമിഷം പട്ടം സ്വതന്ത്രമായതുപോലെ മുകളിലേക്കൊന്ന് പൊങ്ങി. എന്നാൽ തൊട്ടടുത്ത നിമിഷം നിയന്ത്രണം നഷ്ടപ്പെട്ട് അത് വട്ടം കറങ്ങി താഴേക്ക് വീഴാൻ തുടങ്ങി. ഇതെന്താണ് കൃഷ്ണ ഇങ്ങനെ സംഭവിച്ചത്? കൂടുതൽ ഉയരത്തിൽ പോകേണ്ട പട്ടം എന്താണ് നിലംപതിച്ചത്? അർജുന, ജീവിതത്തിലെ വലിയൊരു സത്യം ആ പട്ടം നിനക്ക് കാണിച്ചു തന്നു. ആ നൂൽ പട്ടത്തെ തളച്ചിടുകയായിരുന്നില്ല, മറിച്ച് അതിനെ ഉയരത്തിൽ നിർത്താനുള്ള പിന്തുണ നൽകുകയായിരുന്നു. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് പട്ടത്തെ നിയന്ത്രിക്കാനും സ്ഥിരത നൽകാനും ആ നൂൽ വേണമായിരുന്നു. നൂലറ്റപ്പോൾ അത് സ്വതന്ത്രമായതല്ല, മറിച്ച് അതിന് ലക്ഷ്യവും നിയന്ത്രണവും നഷ്ടപ്പെട്ടതാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ചിലപ്പോൾ നമ്മുടെ കുടുംബം, സ്നേഹബന്ധങ്ങൾ, ഗുരുക്കന്മാർ, ധർമ്മം, അച്ചടക്കം എന്നിവ നമ്മെ ബന്ധിക്കുന്ന ചങ്ങലകളാണെന്ന് നമുക്ക് തോന്നും. അവയില്ലാതെ പറന്നാൽ കൂടുതൽ ഉയരത്തിലെത്താമെന്ന് നമ്മൾ കരുതും. എന്നാൽ ഓർക്കുക, ആ അദൃശ്യ നൂലുകളാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ആ നൂലുകൾ ഇല്ലാതാകുന്ന ദിവസം നമ്മൾ ഉയരുകയല്ല, മറിച്ച് നിയന്ത്രണമില്ലാതെ തകർന്നു വീഴുകയാണ് ചെയ്യുക. ബന്ധനങ്ങളല്ല, ശരിയായ ബന്ധങ്ങളാണ് നമ്മെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. നീ ഇതാദ്യമായല്ല എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പല രൂപങ്ങളിൽ, പല ജന്മങ്ങളിൽ നാം ഇതിനു മുൻപും കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷേ നീ അത് മറന്നുപോയിരിക്കുന്നു. നീ ഇന്ന് അനുഭവിക്കുന്ന ഓരോ കണ്ണീർത്തുള്ളിയും, ഓരോ പുഞ്ചിരിയും നീ തന്നെ എന്നോ കുഴിച്ചിട്ട വിത്തുകളുടെ ഫലങ്ങളാണ്. പഴയ ശരീരങ്ങൾ നീ വസ്ത്രം പോലെ ഉപേക്ഷിച്ചു. പക്ഷേ നിന്റെ കർമ്മങ്ങൾ ആത്മാവിനൊപ്പം നിഴൽ പോലെ ഇന്നും കൂടെയുണ്ട്. ചിലപ്പോൾ നീ രാജാവായിരുന്നു, ചിലപ്പോൾ യാചകൻ. ഓരോ തവണയും നീ ചോദിച്ച ചോദ്യം ഒന്നായിരുന്നു: എന്തുകൊണ്ട് ഞാൻ? അതിൻ്റെ ഉത്തരം നിന്റെ ഭൂതകാലത്തിലാണ്. എന്നാൽ അതിൻ്റെ പരിഹാരം നിന്റെ വർത്തമാനത്തിലാണ്. ഇന്ന് നീ ചെയ്യുന്ന ഓരോ കുഞ്ഞു പുണ്യവും നിന്റെ വരാനിരിക്കുന്ന 1000 ജന്മങ്ങളുടെ വെളിച്ചമാണ്. ഓർക്കുക, ഈ ജീവിതം ഒരു പാഠപുസ്തകമാണ്. കഴിഞ്ഞ അധ്യായങ്ങൾ നിനക്ക് തിരുത്താൻ കഴിയില്ല, പക്ഷേ പുതിയ അധ്യായങ്ങൾ മനോഹരമായി എഴുതാൻ നിനക്ക് കഴിയും. നമ്മുടെ നിശബ്ദമായ പ്രാർത്ഥനകൾ പോലും ദൈവം കേൾക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വേദനകളും ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ആ സർവശക്തൻ അറിയാം. കാത്തിരിക്കുക. നിശബ്ദതയിൽ ദൈവം നിങ്ങൾക്കായി അത്ഭുതങ്ങൾ ഒരുക്കുന്നുണ്ടാകും. മനുഷ്യർ വാഗ്ദാനങ്ങൾ നൽകുകയും അവ ലംഘിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ദൈവം ഒരു വാഗ്ദത്തം നൽകിയാൽ അത് നിറവേറ്റുക തന്നെ ചെയ്യും. ഇരുളടഞ്ഞ വഴികളിലൂടെ കടന്നു പോകുമ്പോഴും അവിടുത്തെ കരം പിടിക്കുക. നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു സ്നേഹമാണത്. ലോകം നൽകുന്നതിനേക്കാൾ വലിയൊരു സമാധാനം ദൈവം നമുക്ക് നൽകുന്നു. പുറത്തെ തിരക്കുകളിലും ബഹളങ്ങളിലും ഉലയാതെ നിൽക്കാൻ ആ ദൈവിക സമാധാനം നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ട ഭക്ത, നീ എന്നെ തേടി ക്ഷേത്രത്തിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കുക. നീ നിന്റെ ശരീരം ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെ ശുദ്ധിയും.
അസൂയയും ദേഷ്യവും പുറത്തുപേക്ഷിച്ച് എന്റെ അടുത്തേക്ക് വരിക. ക്ഷേത്രത്തിൽ നീ നടത്തുന്ന ഓരോ പ്രദക്ഷിണവും നിന്റെ പാപങ്ങളെ നശിപ്പിക്കാനുള്ളതാണ്. സാവധാനം, എന്റെ നാമം ജപിച്ച് മാത്രം പ്രദക്ഷിണം പൂർത്തിയാക്കുക. നട തുറക്കുമ്പോൾ നീ കാണുന്നത് വെറുമൊരു കല്ലല്ല, മറിച്ച് നിനക്ക് വേണ്ടി ഞാൻ എടുത്ത രൂപമാണ്. എന്നെ നോക്കി പുഞ്ചിരിക്കൂ, നിന്റെ സങ്കടങ്ങൾ ഞാൻ ഏറ്റെടുക്കാം. നീ സ്വീകരിക്കുന്ന തീർത്ഥവും ഭസ്മവും എന്റെ അനുഗ്രഹങ്ങളാണ്. അത് വളരെ ആദരവോടെ വേണം സ്വീകരിക്കാൻ. ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയാലും നിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടെന്ന ബോധം നിന്നെ നയിക്കട്ടെ. നിന്റെ ഓരോ നല്ല പ്രവൃത്തിയും എനിക്കുള്ള പൂജയാണ്. ഒരിക്കലൊരു ഭക്തൻ എന്നോട് ചോദിച്ചു, കൃഷ്ണ, ഫലം നോക്കാതെ എങ്ങനെ ജോലി ചെയ്യും? ഞാൻ പറഞ്ഞു, നീയൊരു മാവ് നടുന്നത് സങ്കല്പിക്കുക. നിന്റെ കടമ അതിന് വെള്ളമൊഴിക്കുകയും വളമിടുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ നാളെ തന്നെ എനിക്ക് മാമ്പഴം വേണം എന്ന് നീ വാശി പിടിച്ചാൽ മരം തനിയെ വളരില്ല. നിനക്ക് നിരാശയും ദേഷ്യവും മാത്രമേ ലഭിക്കൂ. പകരം ആ മരത്തെ സ്നേഹത്തോടെ പരിപാലിക്കുന്നതിൽ നീ സന്തോഷം കണ്ടെത്തിയാൽ കാലമാകുമ്പോൾ മധുരമുള്ള മാമ്പഴം നിന്നെ തേടിയെത്തും. നിന്റെ ജോലിയിൽ ശ്രദ്ധിക്കുക. ഫലം സമയമാകുമ്പോൾ ഞാൻ നൽകും. അമ്മേ, ബലരാമനേട്ടനും കൂട്ടുകാരും എപ്പോഴേ പോയി. എന്നെ മാത്രം വിട്ടില്ലെങ്കിൽ ഞാൻ പിണങ്ങും കേട്ടോ. ബലരാമന്റെ കൂടെ പോയിട്ട് വേണം അടുത്ത കുറുമ്പൊപ്പിക്കാൻ. രണ്ടാളും കൂടി ഇന്ന് വെണ്ണക്കുട ഉടച്ചാൽ അടി ഉറപ്പാണ്. മാറ്റം ലോക നിയമമാണ്. ഇന്ന് നിന്റേത് നാളെ മറ്റൊരാളുടേതാകും. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ നിന്റെ ജീവിതം സന്തോഷകരമാകും. നിന്റെ ഹൃദയത്തിൽ എപ്പോഴും സ്നേഹം നിറയ്ക്കുക. കാരണം സ്നേഹമുള്ളിടത്താണ് ഞാൻ വസിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നീ എന്നെയാണ് സേവിക്കുന്നത്. എന്റെ ഉണ്ണിക്കണ്ണ, പുലർകാല ഈ തണുത്ത വെള്ളത്തിലിറങ്ങി കളിക്കുകയാണോ? നിർമാല്യം തൊഴാൻ ഭക്തർ കാത്തു നിൽക്കുകയാണ്. വേഗം വരൂ. ഈ തെളിനീരിൽ കളിക്കാൻ എന്ത് രസമാണെന്നോ. ഭക്തർ കുറച്ചു നേരം കൂടി കാത്തു നിൽക്കട്ടെ. അവരുടെ ഭക്തി ഒന്ന് പഴുക്കട്ടെ. അങ്ങനെയാണോ? എന്റെ കയ്യിൽ വെണ്ണ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെ കുഞ്ഞു ഹൃദയത്തിൽ എനിക്കൊരു കുട്ടിയിടം തന്നാ മതി. ഞാൻ അവിടെ എപ്പോഴും ഓടിക്കളിച്ച് നടന്നോളാം.